ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. അപ്പോൾ നമ്മൾ യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് പുറത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ച്വലി പോസ്റ്റ് ഓഫീസിൽ പോവാണ്. നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ BRP കാർഡ് വാങ്ങാൻ പോവാണ്. നാട്ടിൽ നിന്ന് നമുക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ BRP കാർഡ് വാങ്ങിക്കണം. അപ്പോൾ അത് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് അത് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതൽ നമുക്കിങ്ങനെ ഓരോരോ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. 2 ദിവസമായിട്ടുള്ള വന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇൻഡക്ഷൻ കുറച്ച് കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ നോബ് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അല്ലാണ്ട് എൻ്റെ റൂമിൻ്റെ കീ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. കീ ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ച എൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കീ എൻ്റെ കയ്യിൽ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ റൂമിൽ ഫുള്ള് തപ്പി, എൻ്റെ പെട്ടിയെല്ലാം തപ്പി, എന്നിട്ടൊന്നും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ പോരാൻ റെഡി ആയപ്പോഴത്തേക്കിന് ആ സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വലിയ ടെൻഷൻ ഒഴിവായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം സർവീസ് ചെയ്യാനിപ്പോൾ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നത് സർവീസ് ചെയ്തോളും. നമ്മൾ എന്തായാലും BRP കാർഡ് മേടിക്കാൻ പോകണം. എന്നിട്ടൊരു ചെറിയ ഷോപ്പിങ്ങും കൂടെ പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. വെതറൊക്കെ ഓക്കെ ആണെങ്കിലും ഉള്ളൂ. ഇവിടെ തോന്നുമ്പോൾ മഴയാണ് കേട്ടോ. ഭയങ്കര തോന്നിയാസയാണ് ഇവിടുത്തെ മഴ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും മഴ പെയ്യും. ഇപ്പോൾ അതായിരുന്നു ഇന്നലെയും കണ്ടീഷൻ അതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നലെ ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും പോയി നോക്കാം. മഴ പെയ്യുമോ എന്നൊന്നും അറിയത്തില്ല. കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, സെറ്റാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഈ വീഡിയോ ഞാൻ ഒക്ടോബർ മാസത്തിൽ എടുത്തതാണ് കേട്ടോ. ഒക്ടോബർ 17-ാം തീയതിയാണ് ഞാൻ UK വന്നത്. ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ BRP കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയൊരു വീഡിയോ കൂടിയാണിത്. അപ്പം ഇപ്പോൾ ഇവിടെ BRP കാർഡ് ഇല്ല. ഡിസംബർ 31-ാം തീയതിക്ക് ശേഷം എല്ലാം വിസയാണ്. BRP കാർഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, അതൊക്കെ നിന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ വിചാരിക്കുമല്ലോ ഇപ്പോൾ എവിടെയാണ് UK BRP കാർഡ് എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഡിസ്ക്ലെയിമർ പറഞ്ഞത്. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒരു ചില സമയത്ത് ഇത്രയും ലേറ്റായിട്ട് എന്തിനാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ ഓർക്കും, ഇല്ല, ഇതാണ് ഞാൻ UK കണ്ട ആദ്യത്തെ കാഴ്ചകൾ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഞങ്ങളുടെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ദിവസങ്ങളാണല്ലോ. അപ്പോൾ അതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇൻഡക്ഷനൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു ഞങ്ങളിവിടെ വന്ന സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ ബ്രെഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ പുറത്ത് പോയി കഴിച്ച ഫുഡ് തന്നെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഓപ്ഷൻ ഞങ്ങൾ അന്നേ കട്ട് ചെയ്തതാണ്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവുക, തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കുക എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രെഡും അതുപോലെ ചിക്കൻ കറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ 2 മാസം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പ്ലിമത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. ഒരു 2 മിനിറ്റ് നടന്നാൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തും. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി പിന്നെ ജാക്കറ്റൊന്നും ഇല്ലാതെ പോകാൻ പറ്റാത്തത് കൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് പോകണം. പക്ഷേ ജാക്കറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് അതൊന്നും ഇല്ലാണ്ട് ജാക്കറ്റൊന്നും ഇടാതെ പോകാനാണ് ഇഷ്ടം. പക്ഷേ കാറ്റ് നല്ലോണം ഉണ്ട്. പിന്നെ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഇതാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതേ റോഡിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ മാറിയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ കണ്ട പൂക്കളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആദ്യം കാണുന്നതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UK എൻ്റെ ആദ്യത്തെ കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വളരെ പ്രിയപ്പെട്ട കാഴ്ചകളാണ്. അങ്ങനെ ഞാൻ ബസ് വരുന്നുണ്ട്. ബസ് കയറിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഇവിടെ നമ്മളിങ്ങനെ ക്യൂ നിന്ന് ബസ്സിൽ കയറി ഇവിടെ കണ്ടക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബസ്സിൽ കയറി ഡ്രൈവറിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നാൽ ഞാൻ വല്ല തലയും തല്ലി വീഴും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ പ്ലിമത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എങ്ങോട്ട് പോകണം എന്നുള്ളതൊന്നും നമുക്കും വലിയ പിടിപാടില്ലായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആണല്ലോ. പിന്നെ മാപ്പൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ കണ്ടുപിടിച്ച് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വേണം നമുക്ക് ഈ ഒരു BRP കാർഡ് കളക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസാണ്. അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. കാരണം നമ്മൾ വന്നതേ ഉള്ളൂ, നമുക്കറിയില്ല, ഇവിടുത്തെ രീതികൾ അറിയില്ല. അത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളി തുടങ്ങിയായിരുന്നു. കാരണം നാട്ടിൽ 100 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല നല്ല ഡയറി ഇവിടെയൊക്കെ
അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വിലയാണെന്ന് കണ്ടപ്പം അതൊക്കെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ BRP കാർഡൊക്കെ മേടിച്ചേച്ച് പിന്നെ ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് നടത്തണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് കുറേ കടകൾ കയറി ഇറങ്ങി. ഇത് അതിലേതോ ഒരു ഷൂ കടയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ 2-3 മാസമായപ്പം ആക്ച്വലി ഞാനിതിന് വേറെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇതെൻ്റെ ഗ്യാലറിയിൽ എവിടെയോ പെട്ടുപോയി, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിതിങ്ങനെ വീണ്ടും പൊടി തട്ടിയെടുത്ത് അതിൻ്റെ വോയിസ് ഓവർ വീണ്ടും മാറ്റി കൊടുത്തിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ കയറി നോക്കി. പിള്ളേരുടെ സെക്ഷനിലൊക്കെ പോയപ്പോൾ എനിക്ക് ഉണ്ണിക്കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉണ്ണിക്കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നാട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതൊന്നും അവനവിടെ യൂസ് ഇല്ല, അത് വേറൊരു കാര്യമാണ്. എന്നാലും നമുക്കിങ്ങനെ എന്ത് കാണുമ്പോഴും പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങി. ഇനി നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കണമല്ലോ. അങ്ങനെ ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ അധികം ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നില്ല. അങ്ങനെ നമുക്ക് പ്രൈമാർക്ക് എന്ന് പറയുന്നൊരു ഷോപ്പിൻ്റെ കാര്യം നമ്മൾ വന്നപ്പോൾ മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്ക് ലക്ഷ്യമാക്കി പോകുന്നതാണ്. അപ്പം സത്യത്തിൽ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന കാഴ്ചകളല്ലേ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുമോ അതോ കാണാൻ പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്കിൽ എത്തിയതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറിയപ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങോട്ടൊരു ക്രിസ്തുമസ് എന്നുള്ളൊരു ഫീല് വന്നു കേട്ടോ. കാരണം എല്ലാം ഇങ്ങനെ ആ ഒരു ക്രിസ്തുമസിൻ്റെ തീമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഏകദേശം റെഡ് ഗ്രീന് ആ ഒരു കോംബോയിലുള്ള സാധനങ്ങൾ, ക്രിസ്തുമസിൻ്റെതായ ചെറിയ ചെറിയ ഡെക്കോർ പീസുകൾ, അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും പെട്ടെന്ന് അയ്യോ ക്രിസ്തുമസ് ഇങ്ങനെ എത്തിയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ വന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും കയറി കണ്ടു. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമുക്കുള്ള ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് ഈ അവിടുത്തെ ആ ഒരു എമൗണ്ടിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളതിന് ഭയങ്കര വിലയാണെന്ന് പറയും, വാങ്ങിക്കത്തില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും മേടിക്കത്തില്ല എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. അത് നമ്മൾ എത്ര വേണ്ടെന്ന് വിചാരിച്ചാലും നമ്മളങ്ങനെ കൺവേർട്ട് ചെയ്ത് ആ ഒരു പ്രൈസ് കൂട്ടി നോക്കും എന്നുള്ളതും എനിക്ക് അന്നേരം മനസ്സിലായി. അങ്ങനെ എന്തായാലും കുറേ നേരം ചുറ്റിക്കറങ്ങി നടന്ന് ഞാൻ അവിടെ നിന്ന് ഒരു 2 പാൻറ്റും ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് ഒരു ഹാൻഡ് ബാഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വഴിയിലേക്ക് നമ്മൾ പോയി നോക്കും. പക്ഷേ ഒന്നും മേടിച്ചില്ല, കാരണം ഇവിടെ നമുക്കതിന് യൂസ് ഇല്ല. ആ ഒരു കാരണം കൊണ്ട് മേടിച്ചില്ല കേട്ടോ. പക്ഷേ എല്ലാം എടുത്തു നോക്കി, എല്ലാം തിരിച്ചു വെച്ചു. ആ ഒരു ലെവലായിരുന്നു. അറിയണമല്ലോ, റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ ഓരോരോ സാധനങ്ങൾ നോക്കി നോക്കി നടന്ന് അവിടെ പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. ചെറിയ ഡെക്കോർ പീസുകൾ മുതൽ ഡ്രസ്സ്, ഷൂസ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് ആ ഒരു കടയിൽ മാത്രം കയറിയാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം ഓടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് എല്ലാ സാധനങ്ങൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഫേസ് വാഷുകളായിട്ടും അതും ഇതും അങ്ങനെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഒരു സെക്ഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം പോകുന്നപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ഓരോ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത്. ഇനിയിപ്പം മേടിക്കാനുള്ള സമയമായി വരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷനായിപ്പോയി. ബസ്സിൻ്റെ സമയത്തിൽ കുറച്ച് കൺഫ്യൂഷനായി. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ, ആ പ്രൈമാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് പോരേണ്ട ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം തിയേറ്ററൊക്കെ കണ്ടു. പക്ഷേ മലയാളം പടം ഒന്നും വരാറില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് പിന്നെ വെറുതെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പ്രോപ്പറായിട്ട്. കാരണം നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമുക്കിതെല്ലാം പുതിയ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു റേറ്റ് കാര്യങ്ങളെല്ലാം കാണുമ്പം നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു മനസ്സൊക്കെ എനിക്ക് പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് ഇതെൻ്റെ UK ഫസ്റ്റ് ഔട്ടിങ്ങാണ്, ഫസ്റ്റ് കാഴ്ചകളാണ്, ഞാൻ ഫസ്റ്റ് ബസ്സിൽ കയറിയതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു വീഡിയോ എൻ്റെ UK ലൈഫിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് വട്ടുണ്ടോ, ഈ 2-3 മാസത്തിന് ശേഷം ഈ വീഡിയോ ഇടാൻ നാണമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിതേണ്ട ബസ്സിൽ വീട്ടിലോട്ട് പോന്നു. നമ്മൾ പോയ വഴിക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചില്ല കേട്ടോ. കാരണം ഒന്ന് പുറത്ത് പോയി കഴിച്ചതിൻ്റെ ആ ഒരു അനുഭവങ്ങൾ നമുക്ക് ആ ഒരു അനുഭവം അത്ര നല്ലതല്ലാഞ്ഞത് കൊണ്ടും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടും ഞങ്ങൾ പിന്നെ ഫുഡൊന്നും കഴിക്കാതെ പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ദേ വീടിൻ്റെ വാതിക്കലെത്തി. കതക് തുറക്കാൻ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇപ്പം ഞങ്ങളെല്ലാവരും പഠിച്ചു കതക് തുറക്കാൻ, പക്ഷേ വന്നപ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കതക് തുറക്കാനുള്ള അംഗത്തോടു കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.